Hello Leute, guten Tag, welcome to Deutsch with me യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വവൽസ് ആൻഡ് കോൺസണൻസ് പെയേഴ്സ് വരുമ്പോൾ പ്രൊനൗൺസിയേഷനിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ജർമ്മൻ ലെറ്റേഴ്സ് കാണാൻ ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് പോലെ ആണെങ്കിലും പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ വവൽസ് ഒന്നിച്ച് വരുമ്പോൾ ഉള്ള പ്രൊനൗൺസിയേഷനും അതുപോലെ കോൺസണൻ്റ് ഒന്നിച്ച് വരുമ്പോഴുള്ള പ്രൊനൗൺസിയേഷനുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കേസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഡബിൾ വവൽസിൻ്റെയാണ്. രണ്ട് വവൽസ് ചേരുമ്പോഴുള്ള പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കേസ് വരുമ്പോൾ ആ പ്ലസ് ഇ, അതായത് ഇംഗ്ലീഷിലെ എയും ഐയും ചേരുമ്പോൾ ഐ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഐ എന്ന് പറയില്ല, ഐസ്, കണ്ണുകൾ, ആ ഒരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഐ വേറെ രീതിക്കുമുണ്ട്. ഇ പ്ലസ് ഐ, അതായത് എ പ്ലസ് ഇ വരുമ്പോഴും സെയിം പ്രൊനൗൺസിയേഷൻ ഐ എന്നാണ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എം ആ ഇ, അത് മൈ. മൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് മാസത്തിന് അവർ മൈ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. എൻ എ ഇ എൻ, നൈൻ. നോ എന്നുള്ള മീനിങ്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് കേസ് വരുന്നത് എ ഉംലൗട്ടും ഊവും, അതായത് അത് വരുമ്പോൾ ഓയ് എന്ന് പ്രൊനൗൺസ് ചെയ്യും. ഓയ്, അതായത് ഒ വൈ ഇംഗ്ലീഷിൽ നമ്മൾ ഒന്നിച്ചെങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അതുപോലെ വരും. അതുപോലെ തന്നെ എ, അതുപോലെ എയും ഊയും ചേരുമ്പോൾ ഓ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഗബോയിഡേ, ഗേ ഇ ബേ എ ഉംലൗട്ട് ഉ ഡേ എ, ഗബോയിഡേ, ബിൽഡിംഗ് എന്നുള്ള മീനിങ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. നോയൻ, എൻ എ ഉ എൻ, നോയൻ, അത് 9, 9 എന്നുള്ള, ഇംഗ്ലീഷിൽ നമ്മൾ 9 എന്ന് പറയുന്നത് 9 എന്നുള്ള മീനിങ്. ഇനി മൂന്നാമത്തെ കേസ് നോക്കുമ്പോൾ ആ ഉ, അതൊന്നിച്ച് വായിക്കുമ്പോൾ ഔ എന്ന് പ്രൊനൗൺസ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ ഔഗൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിൽ ഐസിനെയാണ് പറയുന്നത്, കണ്ണുകൾക്ക്. അപ്പം എയും യുവും ചേരുമ്പോൾ ഔ എന്ന് പ്രൊനൗൺസ് ചെയ്യും. ഔ. ഇനി നാലാമത്തെ വരുന്നത് ഐയും ഇയും, അതായത് ജർമ്മനിലെ ഇയും എയും കൂടെ ഒന്നിച്ച് വായിക്കുമ്പോൾ ഈ നീട്ടി പറയും. ഈ എന്ന് നീട്ടി പറയും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ സീബൻ, SEABAN, സീബൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7, ഇംഗ്ലീഷിൽ 7 എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി സേ ഹ എന്നുള്ള കോൺസണൻസിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഒന്നിച്ച് വരുമ്പോഴുള്ള പ്രൊനൗൺസിയേഷൻ. ഇപ്പം ആ ഓ ഊ ഔ എന്നുള്ള വൊവൽസിൻ്റെ കൂടെ സേ ഹ, അതായത് CH വരുമ്പോൾ ഹ് എന്നുള്ള പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. അത് കുറച്ച് പുഷ് ചെയ്ത് പറയണം. ഹായുടെ പ്രൊനൗൺസിയേഷൻ കുറച്ച് പുഷ് ചെയ്ത് ഹ്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നാഹ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ്. ഔഹ് ഓൾസോ, ആ ഹ് എന്നുള്ളതിന് കുറച്ച് പുഷ് ചെയ്ത് പറയാം. ഇനി നോഹ് സ്റ്റിൽ. ബുക്ക്. ഇങ്ങനെയാണ് CH വവൽസിൻ്റെ കൂടെ വരുമ്പോൾ, അതായത് ആ ഓ ഉ ഔ എന്നുള്ള വവൽസിൻ്റെ കൂടെ വരുമ്പോൾ ഹ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി സേ ഹ വരുമ്പം ഉള്ള അടുത്ത പ്രൊനൗൺസിയേഷൻ, സേ ഹ വരുമ്പോൾ നമ്മൾ ഷ് എന്നും, അതേപോലെ നമ്മൾ ഇംഗ്ലീഷിൽ ഹ്യൂജ് എന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഹ്യൂ, ആ എച്ചിന് കൊടുക്കുന്ന ഒരു പ്രൊനൗൺസിയേഷൻ ഉണ്ടല്ലോ, അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഷ് എന്നുള്ള പ്രൊനൗൺസിയേഷനാണ്, എനിക്ക് പറയാൻ കൂടുതൽ എളുപ്പം അതാണ്. അപ്പം എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇഷ് അല്ലെങ്കിൽ ഇഹ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ. അതുപോലെ
മിഷ് അല്ലെങ്കിൽ മിഷ് എന്നുള്ളത്. അതായത് ഒന്നെങ്കിൽ ഷ് അല്ലെങ്കിൽ ഹ്യൂജിൻ്റെ നമ്മൾ എച്ചിന് കൊടുക്കുന്ന പ്രൊനൗൺസിയേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഇനി CH+S, അതായത് സേ ഹായുടെ കൂടെ എസ് വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എക്സിന് കൊടുക്കുന്ന പ്രൊനൗൺസിയേഷൻ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ സെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6, അതായത് 6 എന്നുള്ള മീനിങ്. അതുപോലെ തന്നെ CHൻ്റെ വേറെ പ്രൊനൗൺസിയേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ കെ കൊടുക്കുന്ന അതേ പ്രൊനൗൺസിയേഷൻ. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ക്യാരക്ടർ മീനിങ് വരുന്നത് ക്യാരക്ടർ. ഇംഗ്ലീഷിൽ ക്യാരക്ടർ എന്താണോ അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൊവൽസിൻ്റെ കൂടെ ഹ ചേരുമ്പോഴുള്ള പ്രൊനൗൺസിയേഷനുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇനി ഫസ്റ്റത്തെ കേസ്, ഈ കേസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം വൊവൽസിൻ്റെ കൂടെ ഹ വരുന്ന വാക്കാണെങ്കിൽ ആ വൊവൽസ് നമ്മൾ ലോങ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യും. അതുപോലെ ഹ അവിടെ അവിടെ സൈലൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. ആയുടെ കൂടെ ഹ ചേരുമ്പം എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ ചാൽ അവിടെ ആ നീട്ടി പറയുന്നു, സൈലൻ്റ് ആണ്. ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ. ഇനി രണ്ടാമത്തെ കേസ് വരുവാണെങ്കിൽ A+H, എയുടെ കൂടെ ഹ ചേരുമ്പം ലേറർ എന്നുള്ള എക്സാമ്പിൾ നോക്ക്. ലേറർ അതിൽ എ നീട്ടി പറയുന്നു, ഹ സൈലൻ്റ്. ലേറർ എന്ന് വെച്ചാൽ ടീച്ചർ. ഇനി നെക്സ്റ്റ് ഓയുടെ കൂടെ എച്ച് ചേരുമ്പം, ഓയുടെ കൂടെ HO+H വരുമ്പം നോക്ക്. എക്സാമ്പിൾ നോക്ക്. സോൺ അവിടെ ഓ നീട്ടി പറയുന്നു, എച്ച് സൈലൻ്റ് ആണ്. സോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺ. ഇനി നെക്സ്റ്റ് ഈയും ഹായും ചേരുമ്പോൾ എക്സാമ്പിൾ നോക്ക്. ഈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിം. ആ ഈ നീട്ടി പറയുന്നു, എച്ച് അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. എച്ച് അവിടെ സൈലൻ്റ് ആണ്. ഇനി ലാസ്റ്റ് കേസ് നോക്കൂ. U+H, ഊയും ഹായും ചേരുമ്പോൾ ഊവർ അവിടെ എച്ച് സൈലൻ്റ് ആണ്. ഊവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോക്ക്. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രൊനൗൺസിയേഷൻ സേയുടെയാണ്. ഈ സിക്ക് നമ്മൾ സേ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിലും അതിന് കെ, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ കെ പ്രൊനൗൺസ് ചെയ്യുന്ന അതുപോലെയാണ് സി പ്രൊനൗൺസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കഫേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൊവൽസിൻ്റെയും കോൺസണൻസിൻ്റെയും പെയേഴ്സ് വരുമ്പോഴൊക്കെയുള്ള പ്രൊനൗൺസിയേഷനിലെ ഉച്ചാരണ രീതിയിലുള്ള മാറ്റവും ഉച്ചാരണം എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പം നമ്മളിപ്പം റീഡിങ്ങിൻ്റെ കാര്യത്തിൽ, ലേസൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ നമ്മൾ പറയുമ്പോൾ സ്പ്രെഹൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഈ പ്രൊനൗൺസിയേഷൻ, അതായത് ഉച്ചാരണത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അപ്പം ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഉച്ചാരണം ശരിയായാൽ മാത്രമേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ കേൾക്കുന്ന ആൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് ഒരു ഗ്രാമറ്റിക് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. Cheers.